പറക്കും തളിക എന്നൊരു സിനിമയുണ്ട്. കഴിയുമെങ്കിൽ യൂട്യൂബിൽ ലഭ്യമാണ്, കഴിയുമെങ്കിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ കിട്ടും. ആരെങ്കിലും അത് കാണണം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, ദിലീപ് ഒക്കെ കൂടെയുള്ള ഒരു സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറക്കും തളിക തന്നെ അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിലീപിന്റെ നല്ല സിനിമയാണ്. അപ്പൊ ദിലീപ് ഈ കേസിലൊക്കെ ചെന്ന് പെടുന്നതിന് മുമ്പുള്ള സിനിമയായിട്ടാണ് ഞാൻ കണ്ടത്. കേസിലൊക്കെ പെട്ടതിന് ശേഷം സിനിമ ദിലീപിന്റെ കാണാറില്ല, അതും കൂടി പറഞ്ഞോട്ടെ. അപ്പൊ ഈ ദിലീപിന്റെ ഈ സിനിമയിലെ ഒരു പ്രത്യേകത, വണ്ടി ഒരു ബസ്സാണ് കഥാപാത്രം. പ്രധാന കഥാപാത്രങ്ങളൊന്നും ബസ് കൂടെയാണ്. ബസ്സിന് ബ്രേക്കില്ല, ബെല്ലില്ല, ഗിയറില്ല, ബസ്സിൽ എലി ചത്തി കിടക്കുന്നു, ബസ്സിൽ ആളുകൾ താമസമുണ്ട്, എല്ലാം ഉണ്ട്. ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴും ബസ്സിനകത്തിരുന്നുകൊണ്ട് ഒരാൾ ഗിയർ മാറുന്നു, ഒരാൾ ബെല്ലടിക്കുന്നു, ഒരാൾ സ്റ്റിയറിംഗ് വിളയ്ക്കുന്നു, വേണ്ട പോലെ ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ സ്റ്റിയറിംഗ് ഊരിയെടുക്കുന്നു. ഇങ്ങനെ നല്ല രസകരമായ കോമഡിയാണത്, എന്റർടൈൻമെന്റ് ആണ്. ദയവ് ചെയ്ത് പറക്കും തളിക ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണണ്ട. അതിന് പകരം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കയറിയാൽ മതി. 3 പറക്കും തളിക തമ്പുരാന്മാർ അറുമാദിച്ചു ആടുന്നുണ്ട്. അവർക്കിതിൽ പങ്ക് കാണില്ല. ചിലപ്പോൾ അവരത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ ശിക്ഷകണങ്ങൾ ബൂകളടിക്കുന്നു, BGM ഇടുന്നു, പാട്ടടിക്കുന്നു, ഡോക്യുമെന്ററി ഇടുന്നു. എന്തൊരു ബഹളമാണ് നടക്കുന്നറിയാവും. പെറാൻ പോകുന്ന കുഞ്ഞിനെ പെറും മുമ്പേ ആണാണോ പെണ്ണാണോ എന്നറിയുന്ന പേരിടാൻ നടക്കുകയാണ് ഇവിടെ. ഇതൊരു ചാപിള്ളയാകാം, ചിലപ്പോൾ ആൺകുട്ടിയാകാം, പെൺകുട്ടിയാകാം. പേരെഴുതി വെക്കാം. പക്ഷെ പേരിടൽ ചടങ്ങ് നടത്താവോ? പേരൊക്കെ എഴുതി വെക്കാം. ഭാര്യ ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ വേണ്ടപ്പെട്ടവർക്ക് പേരൊക്കെ എഴുതി വെക്കാം. പക്ഷെ ചടങ്ങ് നടത്താതെ പേരിടാൻ പറ്റുമോ? അല്ല, കുഞ്ഞ് പുറത്ത് വന്നല്ലേ ചടങ്ങ് നടത്താൻ പറ്റത്തുള്ളൂ. ചടങ്ങ് നടത്താനല്ലേ പേരിടാൻ പറ്റത്തുള്ളൂ. ഇത് പേര് കണ്ടുപിടിച്ചപ്പോൾ തന്നെ പേരിട്ടതുപോലെയായി വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ആളുകൾ. ഒരാൾ കേരള യാത്ര നടത്തുന്നു. അതെവിടെ? ഓൺലൈനിലാണ്, അല്ലാതെ തറയിലല്ല. തറയിൽ കുറെ യാത്രയൊക്കെ അദ്ദേഹം നടത്തിയതാണ്, ലഹരി വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഓൺലൈനിലാണ് കേരള യാത്ര. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല വരുന്നു. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ MP എന്നുള്ള നിലയിൽ തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളെല്ലാം കൂടി ഒത്തിരി ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളെല്ലാം കൂടി പുസ്തകമാക്കി അദ്ദേഹം പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നു. അടുത്ത അതിനേക്കാൾ ഭയാനകവും ഭീകരവുമായിട്ടുള്ള ആരാണ്? VD സതീശൻ. അദ്ദേഹം പുസ്തകത്തിൽ റിസർച്ച് ചെയ്യുകയാണ്. പുസ്തകത്തിലാണ് റിസർച്ച് ചെയ്തത്, വിഷയത്തിലല്ല. പുസ്തകത്തിൽ റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ ഗവേഷണം നടത്തി അദ്ദേഹം പലതും കണ്ടുപിടിക്കുന്നു. മുഹമ്മദ് നബിയാണ് ഭൂമി ഉരുണ്ടിയത്. ആദ്യമായി മുഹമ്മദ് നബിയാണ് ഭൂമി ഉരുട്ടിയത്, അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ വളരെ വളരെ വലിയ തോതിലുള്ള കണ്ടുപിടുത്തങ്ങളുമായി VD സതീശൻ കാട്ടിലും നാട്ടിലും ടെറസിലും വീട്ടിന്റെ സിറ്റ് ഔട്ടിലും ഒക്കെ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഈ ഒരാൾ പുസ്തകം വായിച്ചു തീർക്കുന്നു, ഒരാൾ റീൽസ് ഇടുന്നു, മറ്റൊരാൾ ഡോക്യുമെന്ററി ഇറക്കുന്നു, അടുത്ത ആൾ കേരള യാത്ര ഡിസൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുമ്പോൾ 3 പേരാണ് ഇപ്പോൾ കിടന്നടിക്കുന്നത്. ഒന്ന് KC വേണുഗോപാൽ. KC വേണുഗോപാലിനാണ് ഇപ്പോൾ അപ്പർ ഹാൻഡ് ഉള്ളത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വലിയൊരു വിഭാഗത്തിന്റെ, കാരണം അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ് AICCയുടെ. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരിക്കും. അദ്ദേഹമാണ് ഒരു കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് ആയേ പറ്റൂ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി വലിയ PR വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാവണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരോട് നേരിട്ട് ചോദിച്ചാൽ പറയും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കൂടിയിരുന്ന് ആലോചിച്ചെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഇവരുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരും നടത്തുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവർ തള്ളിപ്പറയണ്ടേ? ഞങ്ങൾ അങ്ങനെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെയോ ആരെയും സോഷ്യൽ മീഡിയയിൽ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ആരെങ്കിലും പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തണം എന്ന് പറയാൻ മുട്ടിന് പത്രസമ്മേളനം നടത്തുന്ന ഇവരാരെങ്കിലും പറഞ്ഞോ ഞങ്ങളെ പേര് പറയണ്ടെന്ന്? KC വേണുഗോപാലും പറയുന്നില്ല. കേരള യാത്ര സംഘടിപ്പിക്കുന്ന കേരള യാത്ര എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭൗതികമായിട്ടുള്ള യാത്രയല്ല. അതേസമയം കാസർഗോഡ് തിരുവനന്തപുരം വരെ ഭൗതികമായി കേരള യാത്ര നിരവധി തവണ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. പൊതു താല്പര്യത്തിന് വേണ്ടി, മഴവെള്ള സംഭരണത്തിനും ഭൂജല പരിപോഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനൊക്കെ വേണ്ടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള യാത്ര നടത്തിയിട്ടുണ്ട്, ഫീൽഡിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷേ രമേശ് ചെന്നിത്തല ഫീൽഡിലല്ല, അദ്ദേഹം ഓൺലൈൻ വഴി കേരള യാത്ര, കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. നല്ല കാര്യം. ഒരാൾ പുസ്തകം എഴുതുന്നു, നല്ല കാര്യം. ഒരാളിന് വേണ്ടി ഫ്ലെക്സ് ഉണ്ടാവുന്നു, അത്ര നല്ല കാര്യമല്ല. ഒരാളിന് വേണ്ടി വഴിപാട് നടക്കുന്നു, പൂജ നടക്കുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തലയും VD സതീശനും നമ്മുടെ KC വേണുഗോപാലും കൂടി ത്രിമൂർത്തികൾ വലിയ അടിയാണ് നടത്തുന്നത്. ഈ അടി നടത്തുന്നതിലൂടെ കൃത്യമായി മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനാണ് ചർച്ച നടക്കുന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് വേണം മറ്റ് മന്ത്രിമാർ. ഇതിനിടയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, K മുരളീധരനെ ഒക്കെ ഫിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇവർ 3 പേര് മാറി, അതായത് ആദ്യം പറഞ്ഞ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മാറി നിൽക്കട്ടെ, പുതിയ നേതൃത്വം വരട്ടെ എന്ന് പറയുന്ന
PC വിഷ്ണുനാഥിന്റെ പേര് വരെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും പഴയകാല രമേശ് ചെന്നിത്തല ജനിച്ച അന്ന് മുതലുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്ന അന്ന് മുതലുള്ള ഏറ്റിട്ടുള്ള മർദ്ദനങ്ങൾ, ഇരിക്കുന്ന വലിയ സീറ്റുകൾ, ഇന്ദിരാഗാന്ധിയുടെ അടുത്തൊക്കെ ഇരിക്കുന്ന വലിയ ചിത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വലിയ റീൽസും പിന്നെ ഡോക്യുമെന്ററികളും ചെറിയ ഡോക്യുമെന്ററികളുമാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ VD സതീശന് വേണ്ടി ഫ്ലെക്സ് വയ്ക്കുന്നു. എറണാകുളത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ VD സതീശന്റെ പിറകിലുണ്ട്. മറ്റൊരു ഭാഗം ആളുകൾ കേന്ദ്രത്തിന്റെയും കേരളത്തിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗത്തിന്റെ പിന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നമ്മുടെ KC വേണുഗോപാലിനുമുണ്ട്. അപ്പോൾ KC വേണുഗോപാലിന്റെ അക്കാഡമിക് പിന്തുണയും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള പിന്തുണയും ഒക്കെ നോക്കി KC വേണുഗോപാലും പുസ്തകം എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന മറ്റൊരു അക്കാഡമിക് ഫീൽഡിൽ ഹരിത MLA ഒക്കെ ആയിരുന്ന VD സതീശൻ, എനിക്ക് ഒരു പ്രാവശ്യം തരൂ, ഞാൻ 40 സീറ്റ് ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് മാറിയിട്ടാണല്ലോ ഇപ്പോൾ ഇത്രയും സീറ്റ് പിടിക്കുന്നത്, 100 സീറ്റ് പിടിക്കുമെന്നാണ് പറയുന്നത്. പിടിച്ചാൽ 60 സീറ്റ് കൂടി പിടിക്കുന്നതിന് പിണറായി വിജയന്റെ എല്ലാ ചെയ്തികളെയും ചോദ്യം ചെയ്തത് കൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്നൊരു ക്ലെയിമുമായാണ് VD സതീശൻ നിൽക്കുന്നത്. അപ്പോൾ രസകരമാണ്, 3 പേരും മുഖ്യമന്ത്രിയാകും. ഇനി 3 പേരും മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ ആരൊക്കെ മുഖ്യമന്ത്രിയാകും, അവർ ഏത് വകുപ്പെടുക്കും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള ചേട്ടന്മാർക്ക് ഉടുപ്പടിക്കാൻ. ആ ഓരോ വകുപ്പിനനുസരിച്ചാണ് ഉടുപ്പ്, അപ്പം അവർക്ക് ഉടുപ്പടിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 2026 മെയ് മാസം 4-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മെയ് 4 കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ആരാണ് മുഖ്യമന്ത്രിയായി വരിക എന്നുള്ളത് വലിയ ചർച്ചയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആർക്കാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുക? KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ അതോ പിന്നെ VD സതീശനോ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, കേരളത്തിൽ UDF ജയിക്കണം. ഇത് തോറ്റുപോയാൽ മറ്റ് പാർട്ടികൾക്ക് അവരുടെ മന്ത്രിയെയും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാനുള്ള കഴിവുണ്ട്, അതവർ ചെയ്തോളും. കോൺഗ്രസ് ഈ ചക്കളത്തെ പോരാട്ടം ഒന്ന് അവസാനിപ്പിച്ചാൽ കാണാൻ നല്ല ചേലുണ്ടായിരിക്കും.